കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നാമിന്നീവാ, മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ തിരിച്ചോട്ടും കൊണ്ടേവാ, കുന്നിറങ്ങി കൂടെ വരും കുളിർ വെണ്ണിലാവേ, കുഞ്ഞുമണിച്ചെപ്പിൽ നീ കളഭം തായോ. കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നാമിന്നീവാ, മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ ഇത്തിരി ചൂട്ടും കൊണ്ടേവാ. നമസ്കാരം. ഗാനാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ബൈജു ആണുള്ളത്. നമസ്കാരം ബൈജു. നമസ്കാരം. ബൈജുവിനെ ഇവിടെയുള്ള പ്രേക്ഷകർക്ക് അറിയായിരിക്കും, കാരണം ഒത്തിരി സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യുന്ന ആളാണ്, ഒരു മികച്ച ഗായകനാണ്. അപ്പോൾ ബൈജു ഇവിടെ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ഷാർജയിൽ, ഇവിടെ കിങ് ഫൈസൽ യു എയിലായിട്ട് 2005 വന്നു. 19-20 വർഷമായി ഇവിടെ. 20 വർഷമായി. അപ്പോൾ എന്തായാലും നമുക്ക് ബൈജുവിൻ്റെ ഒരു നല്ലൊരു സോങ്ങോട് കൂടെ നമ്മുടെ ജേട്ടൻ പാടിയ ഒരു പാട്ടാണ്. പിന്നെ രാസാത്തി ഉണ്ട്. ഓക്കെ. രാസാത്തി ഒന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്, രാസാത്തി ഒന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്, പൊഴുതാകി പോച്ച് വിളക്കാതിയാച്ച് പൊന്മാനെ ഒന്ന് തേടുത്, രാസാത്തി ഒന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്. ചേട്ടൻ്റെ സോങ്ങോട് കൂടെയാണ് നമ്മൾ തുടങ്ങിയത്. അതെ. ചേട്ടനാണോ ഇഷ്ട ഗായകൻ? ചേട്ടൻ്റെ 1-2 പാട്ട് ഞാൻ പണ്ട് സ്റ്റേജിൽ ചെറുപ്പം മുതലേ പാടാറുണ്ട്. നീരാടുവാൻ അതിൽപ്പെട്ടൊരു പാട്ടാണ്. ഓക്കെ. അപ്പോൾ അന്ന് മുതലേ ചേട്ടൻ്റെ പാട്ടിനോട് ഭയങ്കര താല്പര്യമാണ്. ചേട്ടനോടുള്ള ഒരു ആരാധനയാണല്ലേ? അതെ അതെ. അപ്പോൾ കുഞ്ഞിലെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ടോ? ആ, പിന്നെ ചെയ്യാറുണ്ട്. പിന്നെ പണ്ട് മുതലേ ഇതേപോലെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടാറുണ്ട്. ആ സമയത്ത് അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് പാടാറുണ്ട്. പിന്നെ ലളിതഗാനം വെച്ചിട്ടാണ് തുടങ്ങിയത് നമ്മൾ ആദ്യം. പിന്നെ അങ്ങനെ വേദികളിൽ പങ്കെടുത്ത്. അപ്പോൾ ആദ്യമായിട്ട് പാടിയ പാട്ട് ഓർമ്മയുണ്ടാവോ? ആദ്യമായിട്ട് ഫിലിം സോങ് ലളിതഗാനം പാടിയിട്ടുണ്ടെങ്കിൽ നിളാ നദിയുടെ എന്നൊരു പാട്ടുണ്ട്. അതൊന്നും പാടാം. ഓക്കെ. നിളാ നദിയുടെ നിർമ്മല തീരം നിരുപമ ഭാമാത്മ തീരം, കവിയുടെ ആത്മാവും കല്ലോലങ്ങളും ചിരങ്കകളണിയുന്ന നേരം. ഒരു സോങ്ങാണത്. ഓക്കെ. ലളിതഗാനങ്ങൾ ഒത്തിരി ഇഷ്ടമാണോ? ലളിതഗാനങ്ങൾ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ വേണിച്ചേട്ടൻ്റെ കുറേ പാട്ടുകൾ, അതൊരു ഭയങ്കര ലൈറ്റ് സോങ്സ് ആണല്ലോ അതൊക്കെ. അപ്പോൾ വേണിച്ചേട്ടനോട് അന്ന് മുതലേ പണ്ട് താനേ പൂവിട്ട മോഹം പണ്ട് സ്റ്റേജിൽ പാടിയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ആദ്യം ഡുവറ്റ് പാടിയ സോങ് ഒന്നാം രാഗം പാടി എന്നുള്ള പാട്ടാണ് സ്റ്റേജിൽ ഡുവറ്റായിട്ട് പാടിയിട്ടുള്ളത്. അതൊരു നല്ലൊരു പാടാം. ഓക്കെ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുന്നിൽ, പാടുവതും രാഗം നീ തേടുവതും രാഗമായി ദേവനും അനുരാഗിയാമമ്പലപ്രാവേ. അത് വേണിച്ചേട്ടൻ്റെ മുന്നിൽ ഈ പാട്ട് പാടിയിട്ടുണ്ടോ, അതോ വേണിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ? വേണിച്ചേട്ടൻ്റെ മുന്നിൽ അന്ന് വേണിച്ചേട്ടന് അവാർഡ് കിട്ടിയ ഒരു സോങ് ആയിരുന്നു പാടിയതല്ലേ? അന്ന് ഉണരുമീ ഗാനമാണ്. ആ, ഓക്കെ ഓക്കെ. അത് വേണിച്ചേട്ടൻ്റെ മുന്നിൽ പാടാൻ പറ്റുക പറയുന്നത് വളരെ വളരെ ഭാഗ്യം. അതെ അതെ. പിന്നെ എന്തായിരുന്നു അപ്പോൾ പാടിയപ്പോൾ ഒരു മനസ്സിൽ എന്തായിരുന്നു? പാടിയപ്പോൾ ഒരു ചെറിയ പേടിയുണ്ട്. കാരണം നമ്മളത് ആ പാട്ടിന്റെ എന്തെങ്കിലും ഒരു ഇതിൽ അപാകതകൾ വരുമോ എന്നുള്ള ചെറിയ പേടിയുണ്ട്. പിന്നെ വേണിച്ചേട്ടൻ പറഞ്ഞു കൊള്ളായിരുന്നു പറഞ്ഞപ്പോൾ സമാധാനമായി.
അതൊരു ഭാഗ്യമാണല്ലേ നമുക്ക് അവരുടെയൊക്കെ മുന്നിൽ അവർ പാടിയ പാട്ട് അതിന്റെ ഒരു ടെൻഷൻ അത് വേറെ ഒന്നാണ്. എങ്കിലും ആ പാടാൻ കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്നത് ഒരു ഭയങ്കര അനുഗ്രഹമാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറില്ലേ? സ്റ്റേജിൽ ചെയ്യാറുണ്ട്, ഈടായിട്ട് പിന്നെ സമയം കിട്ടാറില്ല. ചെയ്യാറുണ്ട്. ഇഷ്ടമാണ്, പ്രോഗ്രാം ചെയ്യുന്നതിൽ ഇഷ്ടമാണ്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് ഒരു 7 കൊല്ലം പഠിച്ചു. അതിനുശേഷം പിന്നെ മുന്നോട്ട് പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള രീതിയിലേക്ക് പോയി. അതെ, എല്ലാവർക്കും അതും ഒരു ഇമ്പോർട്ടന്റ് ആണല്ലോ അല്ലേ. നമുക്ക് മ്യൂസിക്കിനോട് ഒരു ജോലിയും കൂടെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ. പിന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഗാനമേളയിൽ പോകും. അപ്പോൾ പിന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുമ്പോൾ 2 മണി 3 മണി 4 മണിയൊക്കെ ആയിരിക്കും വീട്ടിൽ തിരിച്ചെത്താം. അപ്പോൾ പിന്നെ വീട്ടിൽ ആ തിരിച്ചെത്തുന്ന സമയം സപ്പോർട്ടൊക്കെ ആണ് വീട്ടിലെല്ലാവരും. പക്ഷെ ആ തിരിച്ചെത്തുന്ന സമയം അവർക്ക് അത്രയ്ക്ക് പിന്നെ ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് പോവാറുണ്ട്. അപ്പോൾ ഗാനമേളക്കൊക്കെ നാട്ടിൽ പോവും. ഗാനമേള അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഗാനമേളയിൽ മാത്രം ഒതുങ്ങുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഫംഗ്ഷൻസ്, നമ്മുടെ മാരേജ് ഫംഗ്ഷൻസ്, ബർത്ത്ഡേസ്, ഇതേപോലത്തെ ഫംഗ്ഷൻസ് ഒക്കെ കിട്ടുന്ന സമയത്ത് പാടാറുണ്ട്. പിന്നെ ഇലക്ഷൻ പ്രോഗ്രാംസ് വരുമ്പോൾ സമയത്ത് ഉണ്ടാവാറുണ്ട്. എവിടെയോ എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. പാട്ട് എവിടെയുണ്ടോ അവിടെ വൈകുണ്ട് അല്ലേ. അപ്പോൾ ഒരു നമുക്ക് മനസ്സിൽ ഇങ്ങനെ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? മനസ്സിൽ എനിക്ക് സബ് ഡിസ്ട്രിക്റ്റിൽ പ്രൈസ് കിട്ടിയൊരു ലളിതഗാനത്തിൽ അത് മറക്കാൻ പറ്റില്ല. ഒന്ന് വോയിസ് ഓഫ് കാലിക്കറ്റിൽ. ഓക്കെ, അതാണ് എപ്പോഴും മനസ്സിൽ. നല്ലൊരു വലിയ ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഓക്കെ ഓക്കെ, കാലിക്കറ്റ് വെച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ നാട്ടിൽ എവിടെയാണ് വെച്ചു? നാട്ടിൽ ഞാൻ കാലിക്കറ്റിൽ തന്നെയാണ്. കാലിക്കറ്റിന് കുറച്ച് അപ്പുറത്ത് നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്ത്. ഓക്കെ ഓക്കെ. അപ്പോൾ കൂടെ ആരൊക്കെയുണ്ട്? ബ്രദേഴ്സ് 2 പേരുണ്ട്. 2 പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ 3 മക്കളാണ്. അവർക്കൊക്കെ പാട്ടിനോട് എല്ലാവരും അത്യാവശ്യം പാടാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. ശരി. അപ്പോൾ കുഞ്ഞിലെ 3 അതെ, ഞങ്ങൾ കൂടിയ അതേപോലെ പാട്ടും ഡാൻസൊക്കെയാണ്. ഓക്കെ ഓക്കെ. ഇവിടെ ഫാമിലി ഉണ്ട്. അപ്പോൾ മക്കൾ എത്ര പേരാന്ന് പറഞ്ഞു? മക്കൾ 3 പേരല്ലേ. ഒരാൾ ഇവിടെ പഠിക്കുന്നു, 2 പേര് നാട്ടില്. വൈഫും അതെ ഇവിടെയാണ്. അതെ. ഓക്കെ. അപ്പോൾ അവർക്കൊക്കെ പാട്ട് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അപ്പോൾ വൈഫ് എപ്പോഴെങ്കിലും പാടിക്കൊടുക്കാൻ പറയുന്ന ഒരു പാട്ട് ഏതാണ്? കുറേ പാട്ടുണ്ട്. എന്നാലും ഏറ്റവും വൈഫിന് ഇപ്പോൾ ബൈജു പാടുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഉണ്ടാവുമല്ലോ? കൂടുതൽ മെലഡീസ് ആണ് ഇഷ്ടപ്പെടുന്നത്. മെലഡീസ് തന്നെയാണ് അവളും, സോഫ്റ്റ് മെലഡീസ് ആണ് ഇഷ്ടം. അപ്പോൾ വൈഫിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാൻ നല്ല. ഓക്കെ, നമ്മൾ ഉദിത് നാരായണൻ സാർ പാടിയ ഒരു പാട്ട് AH നബി എന്ന് പറഞ്ഞു. रोज रोज रेशम सी हवा आते जाते कहती है बता, रेशम सी हवा कहती है बता, वो जो दूध दुली मासूओं में करीबो है कहाँ कहाँ है, वो रोशनी कहाँ है, वो जान सी कहाँ है, मैं अधूरा तू अधूरी जी रही है, ए अजनबी तू भी कभी आवाज दे कहीं से, ए अजनबी तू भी कभी आवाज दे कहीं से, मैं यहाँ टुकड़ों में जी रहा हूँ, मैं यहाँ टुकड़ों में जी रहा हूँ, तू कहीं टुकड़ों में जी रही है, ए अजनबी तू भी कभी आवाज दे कहीं से. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ റഹ്മാൻ സാർ കമ്പോസ് ചെയ്തൊരു പാട്ടാണ്. സാർ പാടി. ഓക്കെ, വൈഫിന് ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഈ പാട്ട് നല്ല ഇഷ്ടമാണ്. മക്കൾ ആരെങ്കിലും പാടുമോ? മക്കള് മോള് പാടും, അത്യാവശ്യം കുഴപ്പമില്ലാതെ പാടും. ഇതുവരെ മോള് പഠിക്കുന്നുണ്ടോ? അതെ, മോള് പഠിക്കുന്നില്ല, പാട്ട് പഠിക്കുന്നൊന്നുമില്ല. വെറുതെ അച്ഛൻ്റെ ഒരു ടാലന്റ് കിട്ടിയിട്ടുള്ളതായിരിക്കും. അങ്ങനെ ഇഷ്ടമാണ്, വീട്ടിലെല്ലാവർക്കും പാട്ട് ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ വന്നിട്ട് എത്ര വർഷമായെന്ന്? ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 20 വർഷമാകുന്നു. 20 വർഷമാകുന്നു.
അപ്പോൾ ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ജോലിയും പ്രോഗ്രാമും ഒക്കെ ആയിട്ട് ഒരു അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? പോവാറുണ്ടായിരുന്നു, പക്ഷെ ഈയിടെയായിട്ട് ഇപ്പോൾ പറ്റുന്നില്ല. അതിൻ്റെ ഒരു സങ്കടം ഉണ്ട്. പണ്ട് അത്യാവശ്യം സമയം ഉണ്ടായിരുന്നു, ഇപ്പൊ തീരെ സമയം കിട്ടുന്നില്ല. അതെ അതെ അതെ, പ്രോഗ്രാംസ് ഒക്കെ മിസ് ആവുന്നുണ്ടല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. അല്ല, അത് ഇപ്പോൾ ജോലി നമുക്ക് നോക്കണമല്ലോ അല്ലേ? അതെ, നമുക്കൊരു എന്താ പറയുക, നമ്മുടെ മൈൻഡ് ഫ്രീ ആവുന്ന പാട്ട്, എന്തെങ്കിലും ഇതേപോലെ ഒരു ഈ പ്രത്യേകിച്ചും പാട്ട് ഞാൻ പറയാം, സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ പാട്ട് പാടും. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അത് അങ്ങനെയാണല്ലോ അല്ലേ, നമുക്ക് ഏത് സമയത്തും നമുക്കൊരു റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ അത്. സങ്കടം ഞാൻ ലോങ് ഡ്രൈവ് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വളരെ സ്ലോ സോങ്സ് വെച്ചിട്ട് അതിൻ്റെ ഒരു കളക്ഷൻസ് വെച്ചിട്ട് അത് ഇങ്ങനെ കേട്ടിട്ടാണ് പോവാറ്. മെലഡീസ് ആണ്. അപ്പോൾ ഒരു തമിഴ് പാടാറില്ലേ? തമിഴ് സോങ്സ് ഒക്കെ തമിഴ് പാടാറുണ്ട്. അപ്പോൾ ഒരു ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു തമിഴ് സോങ്? കുറച്ച് ഹൈ പിച്ചിലുള്ള പാട്ടാണ്. ശ്വാസക്കാറ്റ് വരും പാതെ പാത്ത് ഉയിർ താങ്ങി ഞാനിരുപ്പേ, മലർ കൊണ്ട പെൺമേ വാരാമൽ പോണ മലർ നീന്തു തീ കുടിപ്പേ, എന്നുയിർ പോകും പോണാലെ തുയിരാളെ കണ്ണേ അതற்காக വാ പാടിനേ, വരും എതിർകാലം മുൻമീത് പഴി പോടും പെണ്ണേ அதற்காக தான் வாடினே, முதலா முடிவா அதை உன் கையில் கொடுத்து விட்டே, உயிரே உயிரே இன்று உன்னோடு கலந்து விட்டே, உறவே உறவே இன்று என் வாசல் கடந்து விட்டே, நினவே நினவே உந்தன் நெஞ்சோடு நீர்ந்து விட்டே, கனவே கனவே உந்தன் கண்ணோடு கலந்து விட்டே, காதல் இருந்தா எந்த கண்ணோடு கலந்து விடு, தாளம் தொடுத்தா என்னை மண்ணோடு கலந்து விடு, உயிரே உயிரே வந்து என்னோடு கலந்து விடு, நினவே നിനവേ എന്റെ നെഞ്ചോട് കലந்து വിട്. ഇത് ഹരിഹരൻ സാറ് വളരെ മനോഹരമായിട്ട് പാടി വെച്ചൊരു പാട്ടാണ്. പക്ഷെ അതിൽ മെയിൻ ആയിട്ടുള്ളത് അതിന്റെ ഒരു മോഡുലേഷൻ ആണ്. ഈ പാട്ടിന് മോഡുലേഷൻ നമുക്ക് പോയോ ആ പാട്ടിന്റെ ബ്യൂട്ടി പോയി. അപ്പൊ തന്നെ ഞാൻ പെർഫെക്ഷൻ അല്ല, എനിക്ക് ഇപ്പൊ തന്നെ അതിന്റെ കുറെ സംഗതികൾ പോയ പോലെ എനിക്ക് തോന്നുന്നു. അത് ആ ഒരു ഹരിഹരൻ സാറിന്റെ ഒരു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും ഒരു ഡെഡിക്കേഷൻ ആണല്ലോ അവരൊക്കെ. പാട്ടിന് ഫുൾ അവരുടെ ലൈഫ് പാട്ടിലേക്ക് വേണ്ടിയിട്ട് അവർ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായി പാടി കേട്ടോ ബൈജു, നന്നായിട്ട് പാടി. അപ്പോൾ ഇനി ഒരു മെലഡി ആണല്ലോ കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെലഡി സോങ് കൂടെ ആയാലോ? ഒരു മെലഡി ദാസ് സാറിൻ്റെ പാതിരാക്കിളി. പാതിരാക്കിളി വരുപാൽ കടൽ കിളി, ഓണമായിതാ തിരുവോണമായിതാ, പാടിയാടിവാ പുലർമേടിറങ്ങിവാ, പൂവ് നുള്ളിവാ മലർക്കാവിലൂടെ വാ, കാറ്റിലാടുമീ മുളങ്കാട്ടിനുള്ളിലും ഓണവില്ലൊടി മുഴങ്ങുന്നു, പാതിരാക്കിളി വരുപാൽ കടൽ കിളി, ഓണമായിതാ തിരുവോണമായിതാ. അപ്പോൾ ഒത്തിരി സന്തോഷം ബൈജു ഈ പ്രോഗ്രാമിലേക്ക് വന്നതിലേക്ക്. ഇനി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.